രക്ഷാധികാരി. ഗാനങ്ങളിലൂടെ, ദൈവസ്തുതികളിലൂടെ ദൈവത്തെ സ്തുതിച്ച് പുകഴ്ത്തിപ്പാടിയവൾ വിശുദ്ധ സിസിലി, സെയിന്റ് സിസിലിയ. ദരിദ്രരിലും രോഗികളിലും ഈശോയെ കണ്ട് സ്നേഹിച്ചത്. ജീവിതം ഒരു അനുഗ്രഹമാണ് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദേശം. സെയിന്റ് പ്രിയർ ജോർജിയോ. പ്രാർത്ഥനയും സഹനവും കൊണ്ട് മകനെ ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നവൾ വിശുദ്ധ അഗസ്റ്റിൻ്റെ അമ്മ, അതെ, വിശുദ്ധ മോനിക്ക. സെയിന്റ് മോണിക്ക. ദൈവസ്നേഹം എല്ലാവരിലും പകർത്താൻ ഒരു നല്ല പ്രാസംഗികൻ, അത്ഭുത പ്രവർത്തകൻ, നഷ്ടപ്പെട്ടത് കണ്ടെത്താൻ നമ്മൾ ഓരോരുത്തരും ആശ്രയിക്കുന്ന മധ്യസ്ഥൻ വിശുദ്ധ അന്തോണീസ്. സെയിന്റ് ആന്റണി. വിനയവും സഹനവും ആയുധങ്ങളാക്കിയവൾ, തൻ്റെ വേദനയെ യേശുവിനായി ബലി കൊടുത്തവൾ വിശുദ്ധ അൽഫോൻസ. സെയിന്റ് അൽഫോൻസ. ബാല്യത്തിൽ തന്നെ പരിശുദ്ധ ജീവിതം നയിച്ചു. യേശുവിനായി സ്നേഹത്തിലും വിശ്വാസത്തിലും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ വളർന്നു വന്നു. ചെറിയ ബാലൻ, അതെ, വിശുദ്ധ ഡൊമിനിക് സാവിയോ. സെയിന്റ് ഡൊമിനിക് സാവിയോ. അഗ്നി പോലെ കത്തിജ്വലിക്കുന്ന വിശുദ്ധ, സഭയിലെ ഏറ്റവും ആദരണീയയായ വിശുദ്ധയായ കന്യക വിശുദ്ധ അഗത. സെയിന്റ് അഗത. വളരെ സ്നേഹം നിറഞ്ഞ ഒരു പുരോഹിതൻ, ജനങ്ങളെ യേശുവിലേക്ക് അടുപ്പിക്കാൻ വളരെ പ്രാർത്ഥിച്ച, വളരെ യത്നിച്ച ഒരു പുരോഹിതൻ. ലോകത്തിലെ പുരോഹിതരുടെ രക്ഷാധികാരിയാണ് അദ്ദേഹം, വിശുദ്ധ ജോൺ മരിയ വിയാനി. സെയിന്റ് ജോൺ മേരി വിയനി. വിശുദ്ധിയുടെയും ക്ഷമയുടെയും മാതൃക. വേദന നൽകിയവനോട് ക്ഷമിച്ച് വിശുദ്ധിയിലേക്ക് കയറിയ വിശുദ്ധ വിശുദ്ധ മരിയ ഗൊരെത്തി. സെയിന്റ് മറിയ ഗൊരെത്തി. ദൈവസ്നേഹത്തിനും സമാധാനത്തിനും വേണ്ടി സഭയോടൊപ്പം ഒന്നിച്ചു പ്രാർത്ഥിച്ചവൾ വിശുദ്ധ കാതറിൻ. സെയിന്റ് കാതറിൻ ഓഫ് സിയന. ധൈര്യത്തോടെ യേശുവിന് വേണ്ടി ജീവൻ വെടിഞ്ഞ് വിശുദ്ധിയിലേക്ക് ഉയർന്ന ഹൈന്ദവ സഹോദരൻ ദേവസഹായം പിള്ള. സെയിന്റ് ദേവസഹായം പിള്ളായി. ചെറുപ്രായത്തിൽ തന്നെ യേശുവിനായി ജീവൻ ബലി കഴിച്ചവൻ, വിശ്വാസത്തിന്റെയും പരിശുദ്ധിയുടെയും പ്രതീകമാണിവൾ വിശുദ്ധ ആഗ്നസ്. സെയിന്റ് ആഗ്നസ്. നന്മയും കാരുണ്യവും നിറഞ്ഞ ജീവിതത്തിലൂടെ ഈശോയെ പ്രാപിച്ചവൻ, കുട്ടികളെയും ദരിദ്രരെയും സ്നേഹിച്ച പിതാവ്, അതെ, വിശുദ്ധ നിക്കോളാസ്. സെയിന്റ് നിക്കോളാസ്. ദൈവത്തിന് ധന്യമായ ജീവിതം നയിച്ചവൻ, രോഗികളെയും ദുഃഖിതരെയും ആശ്വസിപ്പിക്കാൻ സമയം കണ്ടെത്തിയവൻ, അവർക്ക് വേണ്ടി ജീവിച്ചവൾ വിശുദ്ധ ക്രിസ്റ്റീന. സെയിന്റ് ക്രിസ്റ്റീന. വെട്ടുകിളിയും കാട്ടുതേനും ഭക്ഷണമാക്കിയവൻ, ജോർദാൻ നദിയിൽ വെച്ച് ഈശോയ്ക്ക് മാമോദീസ നൽകാൻ നിയോഗിക്കപ്പെട്ടവൻ, സ്വന്തം ശിരച്ഛേദത്താൽ ദൈവനീതി നടപ്പിലാക്കിയ പ്രവാചകൻ, അതെ, വിശുദ്ധ സ്നാപക യോഹന്നാൻ. സെയിന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. മരിച്ചാലും പ്രാർത്ഥനയോടെ ഓർക്കുന്ന സന്യാസിനി, പ്രാർത്ഥനയും വിനയവും നിറഞ്ഞ ജീവിതം നയിച്ചവൾ വിശുദ്ധ ഏവുപ്രാസ്യ. സെയിന്റ് യുഫ്രേസ്യ എഴുപത്തിങ്കൽ. ധൈര്യപൂർവം രക്തസാക്ഷിയായവൻ, കേരളത്തിൻ്റെ വെളുത്തച്ഛൻ, ലോകവിശുദ്ധരിൽ
കേരളത്തിൽ ഏറ്റവും അധികം ഭക്തരുള്ള വിശുദ്ധൻ, അതെ, വിശുദ്ധ സെബസ്ത്യാനോസ്. Saint Sebastian. യേശുവിനോട് എപ്പോഴും അടുത്തിരിക്കാൻ ആഗ്രഹിച്ചവർ, ചെറിയ കാര്യങ്ങളിൽ വലിയ സ്നേഹം കാണിക്കാൻ പഠിപ്പിച്ചത്, വിശുദ്ധ കൊച്ചു ത്രേസ്യ. Saint Little Flower. ദൈവത്തിൻ്റെ കലാസൃഷ്ടിയായ പ്രകൃതിയോടിണങ്ങി മനുഷ്യരെയും മൃഗങ്ങളെയും സ്നേഹിച്ച പുണ്യവാൻ. ദാരിദ്ര്യത്തിലും സമാധാനത്തിലും സന്തോഷം കണ്ടെത്തിയ പുണ്യവാൻ, അതെ, വിശുദ്ധ ഫ്രാൻസിസ് അസിസി. Saint Francis Assisi. സ്നേഹത്തിൻ്റെ ചെറിയ പ്രവൃത്തികളിലൂടെ ഈ ലോകം മാറ്റപ്പെടാം. ദരിദ്രരെയും രോഗികളെയും ദൈവത്തിൻ്റെ മുഖമായി കണ്ടവർ, വിശുദ്ധ മദർ തെരേസ. Saint Mother Teresa. എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ എന്ന് പ്രഖ്യാപിച്ച യേശുവിൻ്റെ വത്സല്യ ശിഷ്യൻ. ഇന്ത്യക്ക് വേണ്ടി ദൈവം മാറ്റിവെച്ച സുവിശേഷ പ്രഘോഷകൻ, അതെ, വിശുദ്ധ തോമാസ് ലീഹ. Saint Thomas. ദൈവത്തിൻ്റെ സേനാ നായകനാണ് വിശുദ്ധ മിഖായേൽ. തിന്മയെ തോൽപ്പിച്ച് ദൈവത്തിൻ്റെ ജനത്തെ സംരക്ഷിക്കുന്നു, വിശുദ്ധ മിഖായേൽ. Saint Michael, the Archangel. യേശുവിനോടുള്ള വിശ്വാസവും സ്നേഹവും ശക്തിയാക്കി തീർത്തവൾ, അതെ, വിശുദ്ധ മഗ്ദലേന മറിയം. Saint Maryam Magdalena. ഈ കാലഘട്ടത്തിന്റെ വിശുദ്ധൻ, ഇന്റർനെറ്റ് ഉപയോഗിച്ച് വിശ്വാസം പ്രചരിപ്പിച്ചവൻ, 15-ാം വയസ്സിൽ യേശുവിൽ നിദ്ര പ്രാപിച്ചവൻ, വിശുദ്ധ കാർലോ. Saint Carlo Acutis. അനുസരണത്തിന്റെയും വിനയത്തിന്റെയും മാതൃക, യേശുവിന്റെ സംരക്ഷകൻ, പരിശുദ്ധ കുടുംബത്തിന്റെ തലവൻ, വിശുദ്ധ ജോസഫ്. Saint Joseph. Hope all of you have enjoyed and learned about different saints and will try to be the future saints. Thanks. ദൈവസ്നേഹത്തിൽ ജീവിച്ച് ദൈവഭാവങ്ങളെ ഈ ലോകത്തിന് സമ്മാനിക്കേണ്ടവരാണ് നാം. ഒരിക്കൽ നൽകപ്പെട്ട സ്നേഹത്തെ ഒരിക്കലും ദൈവം തിരിച്ചെടുക്കുകയില്ല. വിശുദ്ധിയിലൂടെ വളരാൻ ഈ വിശുദ്ധരെല്ലാം നമ്മെ സഹായിക്കുമാറാകട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.